പാട്ടൊരു രക്ഷയില്ലല്ലേ. പക്ഷേ പാട്ടിലേക്കല്ല, ആ യന്ത്രത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങളിപ്പോൾ ഏത് ബ്രാൻഡിന് വാങ്ങിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നു എന്ന് മാത്രം. നമ്മുടെ കയ്യിനൊക്കെ കുറച്ച് പെയിനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു സംഭവം ഉരുട്ടി കുഴച്ചെടുക്കണമെങ്കിൽ അതും കുറച്ചധികം മെമ്പേഴ്സൊക്കെ ഉണ്ടാകുമ്പം ഈ മാതിരി ജോലികളൊക്കെ കുറച്ച് പാടുന്നല്ലേ. അപ്പോൾ ഈ ഒരു യന്ത്രം ഉണ്ടെങ്കിൽ എന്താ ഈസിയാണ്, പൊടിയും വെള്ളവും അങ്ങ് ഇട്ട് കൊടുത്താൽ പുള്ളിയും കുഴച്ചോളും. എത്ര വേണേലും ഇട്ട് കൊടുക്കുക, നമ്മുടെ പോലെ ഈ ചെയ്ത പണിയുടെ കണക്കും പറഞ്ഞിരിക്കില്ല. അപ്പോൾ ഇവിടെ 2 മന്ത് വെക്കേഷനൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. അപ്പോൾ അവരുടെ ടിഫിൻ വീഡിയോസ് ആയിരിക്കും ഇനി നമ്മൾ കുറേ അധികം അങ്ങോട്ട് കാണുക കേട്ടോ. ഒരു തട്ടിക്കൂട്ട് ചിക്കൻ ബിരിയാണി കേട്ടോ. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് നമ്മൾ ആദ്യമേ കട്ട് ചെയ്തൊക്കെ വാങ്ങി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മസാലയൊക്കെ പുരട്ടി തലേ ദിവസം തന്നെ വെച്ചു. ചോറൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ എല്ലാം കൂടി അങ്ങോട്ട് അങ്ങ് അസംബിൾ ചെയ്യാനുണ്ടായുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ സഹായിക്കാൻ നമ്മുടെ ചപ്പാത്തി കുഴച്ചിരുന്ന ചേട്ടനും ഉണ്ടായിരുന്നല്ലോ. ചപ്പാത്തിനകത്തൊരു ചീസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് പിന്നെ കഴിക്കും, മസ്റ്റാണ്. കടലയുടെ സ്വാഹ